മക്കളെ ഞങ്ങളിതാ എല്ലാ വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് ഞങ്ങള് കാർഗിൽ നേരെ ഞങ്ങള് ഇങ്ങോട്ടേ പോകുന്നത് നമ്മള് ശ്രീനഗറിലേക്ക് കാശ്മീർ ശ്രീനഗറിലേക്ക് പറയല് ചെലപ്പം വെള്ളിയൊക്കെ പോകും കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ തണുത്തിട്ട് നിൽക്കാനാവാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് 2 ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് വരെ തണുക്കുന്നുണ്ട് ഞങ്ങൾക്ക്. അപ്പൊ എല്ലാരും കൂടെ കൂടിക്കോളി മക്കളെ, കാണാൻ നമുക്ക്. ഓക്കെ, കാണുന്നൊന്നല്ല കേട്ടോ ഇവിടെയുള്ള സീന്, ഇതിനെക്കാട്ടും ഉഷാറാ. പക്ഷെ നേരിട്ട് കണ്ണുകൊണ്ട് കാണുന്ന സുഖമൊന്നും നിങ്ങൾക്ക് ക്യാമറയിൽ പകർത്തി തന്നാലൊന്നും ആർക്കും മനസ്സിലാവില്ല എന്നാണ്. ഇത് കണ്ണുകൊണ്ട് തന്നെ കാണണം, നേരിട്ട് അനുഭവിക്കണം. എന്തായാലും മഞ്ഞ് വന്ന് വീഴുന്നുണ്ടടാ. ഇന്ന് രാത്രി ആകുമ്പോഴത്തേക്കും മഞ്ഞിന്റെ മഴ പെയ്യുന്നു. ഒന്നും പറയാനില്ല. മുകളിൽ മഞ്ഞുമല, 2 സൈഡിലും മരങ്ങള്, നടുവ് കൂടിയ റോഡ്, അതിന്റെ ഒരു സൈഡിൽ വലത്തെ സൈഡിൽ പുഴ. ഇത് ന്യൂസിലാൻഡ്, അതുപോലെ എന്താ UK അമേരിക്കയിലും ഒക്കെ കാണുന്ന അതേ സീനറി. നിങ്ങൾക്ക് എല്ലാ സാധനവും നമ്മളെ ഇന്ത്യയിൽ തന്നെ ഉണ്ട് കേട്ടോ. വെറുതെ പൈസ മുടക്കി അങ്ങോട്ടൊന്നും പോകണ്ട. കുറച്ചും കൂടി അടുത്തുനിന്ന് കിട്ടുമോ? ഇതാണ് മക്കളെ സ്ഥലം നോക്കിയതാ. ഇത് ഇന്ത്യന്റെ ചരിത്രങ്ങൾ ഒരുപാട് ഉറങ്ങുന്ന കാർഗിൽ. അതായത് 1999 ഇന്ത്യയായിട്ടുള്ള യുദ്ധത്തിൽ എന്താ പറയാ, പാട്ടപ്പിരിവൊക്കെ ആ സ്ഥലത്തേക്കാ പോകുന്നത്. മല ഏതാ ആകാശം ഏതാന്ന് മനസ്സിലാകുന്നില്ല. എല്ലാം ഒരുമിച്ചാണല്ലേ. മേഘവും ആകാശവും മലയല്ലോ. ഇതാണ് മക്കളെ അവസ്ഥ. കണ്ടുകോ, റോഡുമ്മേല് ഫുള്ള് മഞ്ഞായിട്ട് ബ്ലാക്ക് ഐസ്. അതായത് ഡേഞ്ചർ. മഞ്ഞ് വീണിട്ട് മഞ്ഞ് റോഡുമ്മേലേക്ക് ഉറച്ചിട്ടുണ്ടാക്കും, കറുത്ത കളറായി പോകും. പക്ഷെ ഇത് ഭയങ്കര ഡേഞ്ചറാണ്. വണ്ടി ബ്രേക്ക് ചവിട്ടിയാലെങ്കിൽ സ്കിഡായി പോകും. നല്ല സ്ലിപ്പാട്ടോ. എന്നിട്ട് കല്ലെടുത്തിട്ടതാ സ്ലിപ്പാണ്ടിക്കാൻ വേണ്ടിട്ട്. ഫുള്ള് ബ്ലാക്ക് ഐസ് അവിടെ. ബ്ലാക്ക് ഐസ് വെച്ചാൽ ഡേഞ്ചർ തന്നെ. അതിന്റെ മുകളിൽ മണ്ണ് വന്ന് എടുത്തിട്ടാ മിലിറ്ററി ഏതോ ടീം വന്നിട്ട് സ്ലിപ്പാണ്ടിക്കാൻ വേണ്ടിട്ട്. നല്ല മഞ്ഞാട്ടോ. മറ്റവനാ മഞ്ഞൊക്കെ പെറുക്കി വരുന്ന അങ്ങോട്ട് പോയിക്കടായിരുന്നു, അല്ലെങ്കിൽ തന്നെ തണുപ്പാ. ഇതിവിടെ റോട്ടില് മഞ്ഞ് വീണ് കഴിഞ്ഞാൽ കണ്ടോ, ആർമീൻ്റെ ആൾക്കാർ ഇങ്ങനെ ഫുള്ള് മണ്ണ് ഇടുക കേട്ടോ അതിന്റെ മുകളിൽ. കാരണം വണ്ടിക്ക് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരിങ്ങനെ ഫുള്ള് ഇങ്ങനെ മണ്ണിട്ട് ഇങ്ങനെ വരും. അതായത് ഏറ്റവും കൂടുതൽ മഞ്ഞും ബ്ലാക്ക് ഐസ് ഉള്ള സ്ഥലത്ത് എന്താക്കുക, മഞ്ഞിടുക. പക്ഷെ മഞ്ഞല്ല, സോറി, മണ്ണിടുക. ഇതാണ് കേട്ടോ പറയുന്നത് കശ്മീർ സ്വർഗാണ്. ജന്നത്ത് എന്ന് പറയുന്നത് കാശ്മീർ. അതായത് ഇന്ത്യയിലെ ഭൂമിയിലെ സ്വർഗം എന്നല്ലേ പറയുന്നത്? ഭൂമിയിലെ സ്വർഗം ജന്നത്ത്. ഇതുകൊണ്ടൊക്കെ തന്നെയാന്ന് പറയുന്നത്. കണ്ണിന് കുളിർമയേകുന്ന കാര്യം മാത്രമേ ഇവിടെ ഉള്ളൂ, വേറൊന്നുമില്ല. ഇത് കണ്ടിക്കോ, ഇത് റോഡാണോ മഞ്ഞാണോ മലയാണോ ഒന്നും തിരിയുന്നില്ല. മൊത്തത്തിലൊരു വൈറ്റ് മാത്രം, വേറൊന്നും ഇല്ലതാ. അതെ, ഉപ്പാണോ എന്താന്നൊന്നും മനസ്സിലാകുന്നില്ല. പിന്നെ ഇത് കാണുമ്പോ ചിലവരെ മൈൻഡിലൊക്കെ, പുതിയ യൂത്തന്മാരെ മൈൻഡിലൊക്കെ വേറെ പലതും വരും. അത് നമ്മള് നെവർ മൈൻഡ്. ആ പൊടി അല്ല മക്കളെ, ഇത് വേറെ പൊടി. ഇത് അതുങ്ങൾ അടിച്ച് നിങ്ങളിങ്ങനെ നടക്കില്ല ഈ സാധനം. അതെ, ലഹരി. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ലഹരി നിങ്ങളൊന്ന് ട്രാവലിംഗ് ആയിട്ട് കണ്ടു നോക്കി. അതിന്റെ അത്ര മതിപ്പ് വരുന്ന ലഹരി വേറെ ഉണ്ടാവില്ല. നമ്മള് ഇന്ത്യന്റെ ഗ്ലോബല് നോക്കൂലേ, അന്ന് ഫയലുണ്ട് വെള്ളം വന്ന വെള്ളമുള്ള ഏരിയ ഒക്കെ കാണുന്ന ഒരു സീന്. അതേപോലെ അല്ലേ നോക്കണം മുന്നോട്ട്. ശരിക്കും നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മല വരയ്ക്കൂലേ? നിങ്ങളില്ല, നിങ്ങളൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്തെ ഞങ്ങള് പുറത്തായില്ലല്ലോ. നിങ്ങള് പുറത്തായില്ലല്ലോ. സോറി അളിയാ. വണ്ടിയിലോക്കല്ലേ അജു അങ്ങ് കുതാമലല്ലേ. വണ്ടി എടുത്തോ. എടുത്തോ.
അത് പറഞ്ഞോ മഞ്ഞ് പെയ്തോണ്ടിരിക്കും മക്കളെ കയറിപ്പോയി പാക്കേജ് ഓൺ ഡോൾഫി ചാങ്കൽ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടുത്തെ അവസ്ഥ ഇതാണ്, ഒന്നും പറയാനില്ല. ഇതാണ് അവസ്ഥ. വണ്ടി അങ്ങ് പോവും, നമ്മളൊന്നും കൊടുക്കണ്ട. എന്തായാലും സെറ്റ് സാധനം. അതെ, നമ്മൾ അജിനാസ് ബാലുശ്ശേരി എന്ന് പറഞ്ഞ ബ്ലോഗർ ആണ് മക്കളെ നടന്നു പോകുന്നതാ. അജിനാസ് ബാലുശ്ശേരി ഇതാ ഇത് പോന്ന് അജിനാസ് ബാലുശ്ശേരി. ഗിയർ വേണ്ട, ഗിയറിലുണ്ടാ, ഗിയറിലിട്ട വണ്ടി തിരികെ. അല്ല, ഗിയറിലിടുന്ന എന്തിനാണെന്നറിയോ? വെച്ചാൽ ചവിട്ടിക്കോ, ബേക്ക് കാണാനാ. എന്താരേ നീ നോക്ക്, ഫുള്ള് വെള്ളം കയ്യിൽ പോയോ? നീ ബ്രേക്ക് ചാട്ടണ്ട, ഒറ്റ എടുക്കാൻ അങ്ങെടുത്തോ. ബ്രേക്ക് ചാട്ടണ്ട, നേരെ പോന്നിട്ട് അവിടെ കിടക്കുന്നില്ലല്ലോ. അവിടെ അസൈഡ് ഞാൻ കാണാത്തേ. ഏത് ഇവിടെ ഒന്നുമില്ല, ഫ്രീയാ. ഇവിടെ ഫ്രീ അല്ലേ? ഇവിടെ മൊത്തം ഫ്രീയാ. ഇനി അസൈഡ് ചാടാണ്ട് നോക്കിയാൽ മതി. സ്റ്റെയറിംഗ് തിരിക്കരുത്, സ്റ്റെയറിംഗ് തിരിക്കരുത്. അല്ലടാ കയ്യ് നോക്കണേ, കയ്യ് നോക്കണേ. ഇവിടെ ഇനി നോക്കണ്ട, ഇവിടെ ഒന്നുമില്ല. തട്ടിയാണെ കല്ലിന് തട്ടിയെ നിൽക്കുക, ആ പ്രശ്നമല്ല. എന്നാ ഫുള്ള് റോഡ് മേലേക്ക് അങ്ങെടുത്തോ, ഫുള്ള് വലിച്ചം കുടിച്ചോ. അവിടെ ചാടാനല്ലോ അല്ലേ? ഇല്ല, അയ്യോ നോക്കി വണ്ടി മാത്രം. അപ്പൊ മക്കളെ, ഞങ്ങളിതാ കാർഗിൽ ബോർഡറൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ കാശ്മീരിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. ടണലിലേക്ക് കയറാൻ പോവാണ്. അതിന്റെ എന്താ പറയാ, കവാടത്തിന്റെ ഒരു 50 മീറ്റർ പുറകിൽ എത്തിയിട്ടുണ്ട്. ബാക്കി കവാടങ്ങൾ കാണിച്ചിരും, കാണിക്കായിക്കൊന്നില്ല, കാണിച്ചു കേട്ടോ. അതെ, അപ്പൊ ഇതാണ് കേട്ടോ ശ്രീനഗറിലേക്ക് കയറാനുള്ള കവാടാണ് കേട്ടോ. വെൽക്കം ടു കാശ്മീർ വാലി. കാശ്മീർ വാലിയിലോട്ട് കയറാൻ പോവാണ്. ഉച്ചക്ക് ഉറങ്ങാത്തതിന്റെ പ്രശ്നമാണ്. 1 മണിക്കൂറായി ഒരുത്തന്നെ കൊടുക്കുന്നത്. 2 മണിയാകുമ്പോ വായി ഉറക്കുന്നത്. റോഡ് നോക്കി വളഞ്ഞ് പൊളഞ്ഞ് തിരിഞ്ഞ് എല്ലാം കൂടി പാല് കയറൂലായി. ഓടും പുഴയല്ലോ, എല്ലാം കൂടി ഒരുമിച്ചാണ് താഴെ. ആ ടണലിൽ നേരത്തെ കണ്ടേ ആയിരിക്കും. ടണൽ വന്ന് നേരെ ഓടി ചാടിയിട്ട് പിന്നെ ഇവിടെ പാലം കൊടുത്ത് എന്തായാലും നല്ല മാറ്റം വരുന്നുണ്ട് അല്ലേ? നമ്മളെ നാട്ടിലൊക്കെ എത്ര കാലായില്ലേ? അതൊക്കെ പെട്ടെന്ന് വരൂ മാറ്റങ്ങൾ. അപ്പൊ മക്കളെ, ഇതാണ് കേട്ടോ ഇവിടുത്തെ ടണൽ കേട്ടോ, സോനാമാർഗ് ടണൽ. അങ്ങനെയല്ലേ പറയും, സോനാമാർഗ് ടണൽ. അടൽ ടണലിന് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്ന അടുത്ത നാടകം സോനാമാർഗ് ടണൽ. ഇതെത്ര ദൂരം, എത്ര കിലോമീറ്റർ എന്ന് അറിയില്ല കേട്ടോ. നോക്കണം എത്രയാന്നുള്ളത് നോക്കിട്ട് പറഞ്ഞുതരാം. അങ്ങനെ ടണൽ അവസാനിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള വ്യൂ ആണ് മക്കളെ. വ്യൂ ആട്ടോ. ഏത് മൂഡ് പൊളിയല്ലേ സാധനം. ഇപ്പൊ ഇവിടെ നമ്മളെ വണ്ടീന്റെ മാപ്പ് കണ്ടിട്ട് ഫസ്റ്റ് ഒരു മാപ്പ് നോക്കി, രണ്ടാമത് വണ്ടീന്റെ നമ്പർ നോക്കുമ്പോ നമ്മളാട്ടുകാര് കൊടുവള്ളി, കൽപ്പറ്റ, ഫുള്ള് മലയാളീസ് തന്നെ. മലയാളീസ് മക്കളെ പോകുന്ന മക്കളെ ചെമ്മരിയാട് പോകുന്നുണ്ട്. നിങ്ങൾ ഇത് ശ്രീനഗറിലേക്കാട്ടോ പോകുന്നത്. ശ്രീനഗർ സിറ്റിയിലൊക്കെ ഒന്ന് കണ്ടുതരാന്ന് വിചാരിച്ചു. കുറച്ച് പർച്ചേസ് ഒക്കെ ഉണ്ട് നാട്ടിൽ നിന്ന് വാങ്ങിക്കാളേ. അതെ, നാട്ടിൽ നിന്ന് വേണ്ടവരൊക്കെ എന്താ കൊണ്ടുവച്ചാ പറഞ്ഞോട്ടോ. ഒന്നും ഞാൻ കൊണ്ടുതരൂല, പൈസ അയച്ചാൽ കുടുംബക്കാർക്ക്, ഇത് കാണുന്ന കുടുംബക്കാരും അയൽവാസികളും എല്ലാരും എന്താ കൊണ്ടുവച്ചാ ലിസ്റ്റ് അയച്ചോ, കിട്ടും, എല്ലാം കിട്ടും. നമുക്ക് കാശ്മീരിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് 2 മലയാളികളാന്ന് തോന്നുന്ന 2 ആൾക്കാർ. ഈ പോകുന്നതാണ് ഫഹദ്, ഇപ്പൊ പരിചയപ്പെട്ടാണ് കേട്ടോ. തൊട്ട് മുമ്പുള്ളതാണ് മിസ്റ്റർ അജ്നാസ് ബാലുശ്ശേരി എന്ന് പറഞ്ഞ ആള്. അജ്നാസ് ബാലുശ്ശേരി, ഇതല്ലേ അജ്നാസ് ബാലുശ്ശേരി?
അജിനാസ് ബാലുശ്ശേരി, ഇതാ അജിനാസ് ബാലുശ്ശേരിയാ.